നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരും ഭക്ഷണം കഴിക്കുന്നില്ലേ? ഭക്ഷണം എങ്ങനെ ഇറങ്ങും? ഇതല്ലേ ഇവിടെ ഏർപ്പാട്. എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? എന്തൊരു നാണക്കേടാ. ഞാൻ വല്ല കാശിക്ക് പോയി അവിടെ തന്നെ ഒടുങ്ങാമെന്ന് വിചാരിക്കുക. ഇനി ഈ നാട്ടിൽ ജീവിച്ചിട്ട് കാര്യമില്ല. തേച്ചാലും കുളിച്ചാലും തീരാത്ത നാണക്കേട്. അവന്റെ ഭാര്യയായിട്ടിരിക്കുന്നവൾക്കും അവളോട് സിമ്പതി. ഇവളൊക്കെ ഇത് എന്തറിഞ്ഞിട്ടാണാവോ? അക്കാര്യം സാവിത്രി പറയുന്ന 100% ശരിയാ. ഏത് കാര്യമാ ഞാൻ പറഞ്ഞിട്ട് ശരിയാകാതിരുന്നിട്ടുള്ളത്? നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ശരിയായിട്ട് വന്നില്ലേ? കരഞ്ഞു കണ്ണീർ കടലിൽ നീന്തി ത്യാഗദേവതയായി മാറിയെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കാതിരിക്കാനുള്ള വഴി ആദ്യം ഏതാണ്ട് നോക്കണം. മൈഥിലി ഇവിടെ നിർത്താൻ നീ സമ്മതിക്കരുതായിരുന്നു. നീ ഒരു ഉറച്ച നിലപാട് എടുത്തിരുന്നെങ്കിൽ കാർത്തി അതിന് വഴങ്ങുമായിരുന്നു. അവരവരുടെ ഭർത്താക്കന്മാര് തെറ്റ് ചെയ്താ അത് ചൂണ്ടിക്കാട്ടേണ്ടത് ഭാര്യമാരുടെ കടമയാണ്. ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തമാ വേണ്ടത്. അവര് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയി എന്നൊക്കെ അറിഞ്ഞപ്പോ എന്റെ മനസ്സരിഞ്ഞു. മനസ്സലിവെന്ന വികാരമൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ അത് അർഹതയുള്ളവരോട് മാത്രമേ ആകാവൂ. മരം അറിഞ്ഞു വേണം കൊടിയിടാൻ. കൊല്ലാൻ വരുന്ന കടുവയുടെ മുന്നിൽ മനസ്സലിവോടെ നിന്നാൽ എന്താ സംഭവിക്ക? കടുവ കടിച്ചേറി തിന്നും. മൈഥിലി ഈ കുടുംബത്തോടും കാർത്തിയോടും എന്തിന് മോളോടും കാണിച്ച ചതിയുടെ വേദനയൊന്നും ആർക്കും മറക്കാറായിട്ടില്ല. അത് തീരും മുമ്പേ സിമ്പതിയെന്നും പറഞ്ഞ് അവളെ വീട്ടിൽ വിളിച്ചു കയറ്റിയാൽ അത് ആരംഗീകരിക്കും? ഞാൻ മൈഥിലി അല്ലല്ലോ അമ്മാവ വിശ്വസിക്കുന്നെ, എന്റെ ഭർത്താവിനെയല്ലേ. ഭർത്താവിന് ഇതിന്റെ വരും വരായികളോ ഭവിഷ്യത്തുകളോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മോൾ അത് തിരുത്തി കൊടുക്കണം. അല്ലാതെ അവൻ പറയുന്ന 100% അംഗീകരിക്കുകയല്ല വേണ്ടത്. അവളോടെന്തിനാ സഹതാപം? അതാ ഞാനും ചോദിക്കുന്നത്. അവള് വിഷം കഴിച്ച് ചാവാൻ നോക്കിയതൊക്കെ അവളുടെ തട്ടിപ്പാ. മാലതിയുടെ ആങ്ങളെ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഫ്രോഡിന്റെ കൂടെ ഇവളെ ഇറങ്ങി പോയപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ. ഇനി മുതല് അവള് പെരുവഴിയാവൂന്ന്. അതെന്താ സാവിത്രി പെരുവഴി? മൈഥിലി പെരുവഴി. പെരുവഴിയുടെ നാത്തൂൻ മാലതി പണിക്കരും എന്റെ ആങ്ങളെ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യമായി. എന്റെ ആങ്ങളെ പോയി ഈ അലവരാതി കുടുംബത്തിൽ നിന്നാണല്ലോ ദൈവമേ കല്യാണം കഴിച്ചത്. മാലതി പണിക്കർക്കിനി ഈ റിട്ടയർഡ് നാത്തൂനുമായിട്ട് എന്തെങ്കിലും അടുപ്പം ഉണ്ടാവോ? ദൈവമേ, ഇനി ഇത് ജഗദീഷ് അറിഞ്ഞുള്ള ബഹളം ചെറുതൊന്നും ആവില്ലല്ലോ. അവനായിരുന്നെങ്കിലേ ഇവളെ അകത്തേക്ക് കയറ്റില്ലായിരുന്നു. അനന്തരവന്റെ ആഗ്രഹം കുഞ്ഞമ്മാവൻ അങ്ങോട്ട് അംഗീകരിക്കും. അത്രേ സംഭവിക്കും. എന്തായാലും എല്ലാവരും വന്നൊന്ന് ആഹാരം കഴിക്ക്. ഓ, ഇനി എന്തിനാ ആഹാരം മോളെ? വയറും മനസ്സ് സമൃദ്ധമായിട്ട് നിറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല. അച്ഛനും അമ്മയും എന്തായാലും ആഹാരം കഴിക്കണം. മരുന്ന് കഴിക്കുന്നവരാ, ആഹാരം കഴിച്ചേ പറ്റൂ. മോളെ, നീ സങ്കടപ്പെടണ്ട. 2 ദിവസം കഴിയുമ്പോ അവൻ അവളെ ഇറക്കി വിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ, ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരാം. ഞാനും കൂടി ചേർന്ന് കുടിക്കാൻ മീനാക്ഷിയും എന്നോട് അലിവ് കാട്ടി. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ മറ്റുള്ള എല്ലാവർക്കും എന്നോട് വെറുപ്പാ. അറുപ്പോടെ അവരെല്ലാരും എന്നെ നോക്കുന്ന.
ദൈവമേ, ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കും? എന്റെ ഈശ്വര, എന്റെ കുഞ്ഞായി കരയുന്ന എന്റെ കുഞ്ഞിവിടെ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് മരിക്കാൻ പറ്റുമോ? അന്ന് കുഞ്ഞിനെ ഇട്ടിട്ട് പോയതിന്റെ വേദനകളെല്ലാം ഞാൻ അനുഭവിച്ചു. ഇനി എനിക്കങ്ങനെ പോകാൻ പറ്റുമോ? എന്റെ കുഞ്ഞിനെ എടുത്ത് എന്റെ നെഞ്ചോട് ചേർക്കാൻ ഇനി ഇവര് സമ്മതിക്കോ? നിനക്കുള്ള ആഹാരം. ചെമ്പകമംഗലം തറവാട്ടിൽ വന്ന ഒരു അതിഥിയെയും ഞങ്ങളിതുവരെ പട്ടിണി കിടത്തിയിട്ടില്ല. ദൈവമേ, ദൈവമേ, മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലാത്തവളാ ഞാൻ. എന്നോട് ക്ഷമിക്കണം. എല്ലാവരോടും ക്ഷമിക്കുന്നവളാ ഞാൻ. പക്ഷേ നിന്നോട് മാത്രം ക്ഷമിക്കില്ല. കാരണം നീ പ്രസവിച്ച കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് കാമുകനോടൊപ്പം ഒളിച്ചോടി പോയവളാ. പ്രസവിക്കാത്ത ഞാൻ ഇന്ന് 2 മക്കളുടെ അമ്മയാ. ലോകത്തുള്ള ഒരമ്മയും നിന്നോട് ക്ഷമിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.